എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെയും പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അതൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ? ഇങ്ങനെ ചോദിക്കാം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് എന്തായാലും ഉണ്ടായിരിക്കും. നോക്കുക. ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ദ ഇമ്പ്യൂരിറ്റീസ്. എയിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്? ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ദി ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസിനേക്കാളും ഓർ അല്ലേ, അങ്ങനെ ഹെവിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് പ്രോസസ്സിൽ വരുന്നതാണ്? നമ്മൾ കണ്ടതാണല്ലോ. ഏതിലാണ്? ലെവിഗേഷനിൽ വരുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. ഇനി ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ദി ഇമ്പ്യൂരിറ്റീസ്. നമ്മൾ പഠിച്ചതാണല്ലോ. ഓർ പാർട്ടിക്കിൾസ് ഇമ്പ്യൂരിറ്റീസിനേക്കാളും ലൈറ്റർ ആണ്. അത് ഏത് വരുന്നതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ വരുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് വൈ ആണ് ഇത്. മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് സെപ്പറേഷനുമാണ്, ഇസഡ് ആണ് അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? ആദ്യത്തെ എക്സിന്റെ റിലേറ്റ് ചെയ്ത് വരുന്ന ഏതാണ്? ആർ ആണ് അല്ലേ. അപ്പം എക്സിന്റെ റിലേറ്റ് ചെയ്ത് വരുന്നത് ആർ ഇവിടെയുണ്ട്. ദെൻ വൈക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതാണ്? പി ആണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് പി ഇല്ലേ. പി ഇവിടെയുണ്ട്. ദെൻ ഇസഡിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഏതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ, അതായത് ക്യൂ ആണ്. അതായത് അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ സിങ്ക് റോഡ് ഈസ് കെപ്റ്റ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫോർ സം ടൈം. ഒരു സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദി സിങ്ക് റോഡ്. സിങ്ക് റോഡിന്റെ സർഫസിൽ എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്? സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് അല്ലേ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സിങ്ക് റോഡിന്റെ സർഫസിൽ എന്ത് മാറ്റം ഉണ്ടാവും? കോപ്പർ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് കോപ്പർ നമുക്ക് എന്ത് പറയാം? കോപ്പർ ഈസ് ഡിപ്പോസിറ്റ് എന്ന് പറയാം അല്ലേ. കോപ്പർ ഈസ് ഡിപ്പോസിറ്റഡ് അല്ലേ. എവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? സിങ്ക് റോഡ്. ഡിപ്പോസിറ്റഡ് ഇൻ സിങ്ക് എന്ന് പറയാം അല്ലേ. ഇനി എന്താണ്? കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം മങ്ങുന്നതിന് കാരണം എന്ത് ഇല്ലേ? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ ഫേഡിങ് ഓഫ് ദ ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമുക്കറിയാം ബ്ലൂ കളർ ആണ് അല്ലേ. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ അതിന്റെ നിറം മങ്ങുന്നതായിട്ട് കാണാം. അതിന്റെ റീസൺ എന്താണ്? ഇവിടെ എന്താണ്? കോപ്പർ സിങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? Cu2+ അയൺ ഉണ്ടല്ലോ, അതിന്റെ എങ്ങനെയാണ്? അതിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറഞ്ഞു അല്ലേ. അപ്പം എന്താ പറയാം? കോൺസെൻട്രേഷൻ എന്ന് പറയാം അല്ലെ. കോൺസെൻട്രേഷൻ ഓഫ് Cu2+ അയൺ ഡിക്രീസസ് എന്ന് പറയാം അല്ലേ. Cu2+ അയൺസിന്റെ കോൺസെൻട്രേഷൻ അല്ലെ ഗാഢതയിൽ കുറവ് വരുന്നതുകൊണ്ടാണ് അത് ഫെയ്ഡ് ആയി പോകാനുള്ള റീസൺ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഇതാണ്. കോപ്പർ ഈസ് ഡിപ്പോസിറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദ റോഡ്. കോപ്പർ സിങ്ക് ദണ്ടിന്റെ ഉപരിതലത്തിൽ കോപ്പർ പറ്റിപ്പിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഫേഡ് ആവാനുള്ള കാരണം എന്താണ്? ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ അയൺസ്, അതായത് Cu2+ അയണുകളുടെ ഗാഢതയിൽ ഉണ്ടാകുന്ന കുറവാണ് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ അയോണീകരണ എൻതാൽപ്പി പി ബ്ലോക്കിലെ മൂലകങ്ങളെക്കാൾ കുറവായിരിക്കും. വാട്ട് ഈസ് അയനൈസേഷൻ എൻതാൽപ്പി? എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത്? മിനിമം എമൗണ്ട് ഓഫ് എനർജി ആണല്ലേ. അതായത് വാതകാവസ്ഥയിലുള്ള ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ എനർജി ഇല്ല. അതായത് മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇല്ലേ എന്ന് നമുക്ക് പറയാം. നമുക്ക് ഷോർട്ടായിട്ട് വേണമെങ്കിൽ പറയാം മിനിമം ഇല്ലേ. മിനിമം എമൗണ്ട് ഓഫ് എനർജി എന്തിനു വേണ്ടിയാണ്? റിക്വയർഡ് ടു റിമൂവ് ഇല്ലേ. റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ആറ്റം എന്ന് പറയാം അല്ലേ. ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും എന്താണ് റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി തന്നെയാണ് നമ്മൾ അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി വിച്ച് എലമെന്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ഹാസ് ദ ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി? അങ്ങനെ ആവുകയാണെങ്കിൽ സെക്കൻഡ് പീരീഡ് നോക്കട്ടോ. സെക്കൻഡ് പീരീഡിലെ ഏത് എലമെന്റിലായിരിക്കും ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിലെ കാര്യത്തിലൊക്കെ പഠിച്ചതാണ്. ഏതിനാണ്? ഫ്ലൂറിൻ ആണ് അല്ലേ. ഫ്ലൂറിനാണ് അവിടെ ഏറ്റവും എന്താണ് കൂടുതൽ അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളത് സെക്കൻഡ് പീരീഡിൽ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയനൈസേഷൻ എൻതാൽപ്പി എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിക്കട്ടോ. ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഓഫ് ദ എലമെന്റ്. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ
ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഊർജ്ജത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് കൂടുതൽ സെക്കൻഡ് പീരീഡിൽ ഏതാണ് വരുന്നത്? ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകംപ്ലീറ്റ് ഇക്വേഷൻസ് റിലേറ്റഡ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ഓർസ് ആർ ഗിവൺ. കേട്ടോ, സിങ്ക് ഓറിനുണ്ടല്ലോ, സിങ്കിനെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താണ് ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻകംപ്ലീറ്റ് ആണ്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിങ്ക് കാർബണേറ്റ് ഇല്ലേ, ഹീറ്റ്. അപ്പോൾ എന്താണ് എക്സ് ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഇവിടെ പഠിച്ചിട്ടുള്ളതാണല്ലേ, സിങ്ക് ഓക്സൈഡ്. ഇവിടെ ഉണ്ടാകുന്ന ഏതാണ്? സിങ്ക് ഓക്സൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ സിങ്ക് സൾഫൈഡും ഇല്ലേ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏതാണ്? ഇവിടെ ഉണ്ടാകുന്നതും സിങ്ക് ഓക്സൈഡാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇവിടെ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു 2 വരും. അതാ ഇവിടെ ഒരു 3O2 എന്നും വരും കേട്ടോ. 3O2 എന്നുമാണ് വരുന്നത്. അപ്പം 2ZNO എന്ന് വരും കേട്ടോ. പിന്നെ 2SO2 എന്നുമാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പം എക്സും വൈയും എന്താണെന്നല്ലേ ചോദിച്ചിരുന്നത്. അപ്പോൾ എക്സും വൈയും എന്താണ്? എ പാർട്ട് ചോദിച്ചാൽ എക്സും വൈയും എന്താണെന്നാണ്? എക്സും വൈ എന്ത് തന്നെയാണ്? സിങ്ക് ഓക്സൈഡ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. ഇനി ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? കാൽസിനേഷൻ റോസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ, അതിങ്ങനെ ആബ്സെൻസ് ഓഫ് എയർ ആണ്. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ, ആബ്സെൻസ് ഓഫ് എയർ ആണ്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രസൻസ് ഓഫ് എയർ ആണ്. അതായത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് കൊടുത്തിട്ടുണ്ട്. അതാണ്ടല്ലേ ഇൻകംപ്ലീറ്റ് റിയാക്ഷൻ. അതിൻ്റെ സിങ്ക് ഓക്സൈഡ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത കാര്യങ്ങളാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് അത് കേട്ടോ. സിങ്ക് ഓക്സൈഡ് ആണ് കിട്ടുന്നത്. കാൽസിനേഷൻ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി കേട്ടോ. കാൽസിനേഷൻ റെഫേഴ്സ് ടു ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ഓർ ആബ്സെൻസ് ഓഫ് എയർ. അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. ആബ്സെൻസ് ഓഫ് എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് എയർ ആണ്, എയറിന്റെ അസാന്നിധ്യത്തിലാണ്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് എയർ, അവിടെ എയറിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. കുറച്ച് ഐറ്റംസ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ, ZnSO4 ഇല്ല, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട് അല്ലേ. നമുക്കറിയാം എന്താണ് ഗാൽവാനിക് സെല്ലിന്റെ കേസിലാണ് അവിടെ വരുന്നത് അല്ലേ. ഹൗ മെനി ഗാൽവാനിക് സെൽസ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ദീസ്? ഇത് ഉപയോഗിച്ചിട്ട് എത്ര ഗാൽവാനിക് സെൽസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം ഉണ്ടാക്കാം? ഞാൻ നോക്കിയാൽ എന്തൊക്കെയാണ്? സിങ്കും കോപ്പറും ഇല്ലേ, സിങ്കും കോപ്പറും ചെയ്യാം. പിന്നെ എന്താണ്? മഗ്നീഷ്യവും ഇല്ലേ, മഗ്നീഷ്യവും കോപ്പറും ഉപയോഗിച്ച് ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മഗ്നീഷ്യവും സിങ്കും ഉപയോഗിച്ചിട്ട് നമുക്ക് ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാം? 3 ഇല്ലേ, 3 ഗാൽവാനിക് സെൽ നമുക്ക് ഉണ്ടാക്കാം. ഇനി വിച്ച് ഗാൽവാനിക് സെൽ ഹാസ് എ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? ഏത് ഗാൽവാനിക് സെല്ലിനാണ് ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതിനാണ് റിയാക്ടിവിറ്റി കൂടിയത്? മഗ്നീഷ്യത്തിനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ വോൾട്ടേജ് വരുന്നത്? അതായത് മഗ്നീഷ്യം കോപ്പർ കേട്ടോ. മഗ്നീഷ്യം കോപ്പർ സെല്ലിനായിരിക്കും ഹയസ്റ്റ് വോൾട്ടേജ് വരുന്നത്. തന്നെ അടുത്തത് നോക്കിയേ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഒക്കറിങ് അറ്റ് ദ ആനോഡ് ഓഫ് ദി സെൽ വിത്ത് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഹയസ്റ്റ് വാല്യൂ വോൾട്ടേജ് വരുന്നത് ഏതാണ്? മഗ്നീഷ്യം കോപ്പറിനാണെന്ന് പറഞ്ഞു അല്ലേ. മഗ്നീഷ്യം കോപ്പറിനാണ് ഹയസ്റ്റ് വോൾട്ടേജ് വരുന്നതെന്ന് പറഞ്ഞു. മഗ്നീഷ്യം ആണ് മോർ റിയാക്റ്റീവ് അല്ലേ. അപ്പം മഗ്നീഷ്യം മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് മഗ്നീഷ്യം എന്താണ്? ആനോഡാണ് അല്ലേ. മഗ്നീഷ്യം എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലേ. ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മഗ്നീഷ്യം അല്ലേ, മഗ്നീഷ്യം എന്തായിട്ട് മാറുന്നുണ്ട്? Mg2+ അല്ലേ. 2 ഇലക്ട്രോൺസിനെ ഇട്ടുകൊടുത്ത് Mg2+ ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അലൂമിനിയം ഈസ് മാനുഫാക്ചർഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന വിത്ത് ദ അഡീഷൻ ഓഫ് ക്രയോലൈറ്റ് അല്ലേ. ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നു. അലൂമിനയുടെ കൂടത്തിൽ ക്രയോലൈറ്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അലൂമിനിയം കിട്ടുന്നത്. വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലൂമിന? എന്തിനു വേണ്ടിയാണ് അലൂമിനയുടെ കൂട്ടത്തിൽ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? മെൽറ്റിംഗ് പോയിന്റ് അല്ലേ. മെൽറ്റിംഗ് പോയിന്റ് അവിടെ കുറയ്ക്കണം. ആരുടെ? അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടു റെഡ്യൂസ് അല്ലേ, ടു റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ് അല്ലേ. അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണ്? കണ്ടക്ടിവിറ്റി കൂട്ടാനും. അപ്പോൾ ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഇല്ലേ. കണ്ടക്ടിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനുമാണ് നമ്മൾ ക്രയോലൈറ്റ് അവിടെ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? വിച്ച് അയൺസ് ആർ പ്രസന്റ് ഇൻ അലൂമിന? അലൂമിനയുള്ള അയൺസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അലൂമിന എന്ന് പറയുമ്പം ഏതാണ് വരുന്നത്? Al2O3 ഇല്ലേ? Al2O3 ആണ്. Al2O3 ആണ് അലൂമിനിയം ഉള്ളത്. അപ്പം ഏതൊക്കെ അയൺസ് ആണ് വരുന്നത്? നമുക്കറിയാം ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പം Al3+ഉം അതുപോലെ തന്നെ എങ്ങനെയാണ് 3O2- ആണ് വരുന്നത്. ഏതൊക്കെ അയൺസ് ആണ് ഇവിടെ ഉള്ളത്? അതായത് Al3+ഉം അതുപോലെ തന്നെ O2- ആണ് അവിടെയുള്ള അയൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിഡക്ഷൻ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? കാഥോഡാണ് ഇല്ലേ? കാഥോഡിൽ എന്താണ് നടക്കുന്നത്? Al3+ ഇല്ലേ? Al3+ 3 ഇലക്ട്രോൺ ഗീവ്സ് Al. ഇതാണ് അവിടെ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ലൈനും ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് റീസൺ? ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ആൻഡ് ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അയൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിഡക്ഷൻ റിയാക്ഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഹെമറ്റൈറ്റ് യൂസിങ് എ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഹെമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലേ? വിച്ച് കോമ്പൗണ്ട് ആക്ട്സ് ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നത്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്? ഓർക്കുന്നുണ്ടോ? ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ? അടുത്തത് നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്തോ നോക്കുക. കാൽസ്യം കാർബണേറ്റ് ആണ്, ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് കിട്ടുന്നത്? കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കാൽസ്യം ഓക്സൈഡ് കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെന്താണ്? ഈ കാൽസ്യം ഓക്സൈഡ് പിന്നെ SiO2 ഇല്ലേ? സിലിക്കായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്താണ് ഇടുന്നത്? സ്ലാഗ് കിട്ടുന്നുണ്ട് അല്ലേ? കാൽസ്യം സിലിക്കേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ് തന്നെയാണ്. ഇവിടെ കിട്ടുന്ന ഏതാണ്? കാൽസ്യം സിലിക്കേറ്റ് ആണ്, സ്ലാഗ് ആണ് കിട്ടുന്നത് അല്ലേ? CaSiO3 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാം? എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ് അല്ലേ? കാൽസ്യം ഓക്സൈഡ് ആണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് CaSiO3 ആണ്. കാൽസ്യം സിലിക്കേറ്റ് അതായത് സ്ലാഗ് ആണ് അവിടെ കിട്ടുന്നത്. ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ഇൻ ദിസ് റിയാക്ഷൻ അല്ലേ? എന്ന് പറഞ്ഞാൽ അതാണ് കാൽസ്യം ഓക്സൈഡ് അല്ലേ? കാൽസ്യം ഓക്സൈഡ് എന്തായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്? ഫ്ലക്സ് ആയിട്ട് അല്ലേ? ഫ്ലക്സ് ആയിട്ടാണ് കാൽസ്യം ഓക്സൈഡ് അവിടെ ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കലാമിൻ ആൻഡ് സിങ്ക് ബ്ലെൻഡ് ആർ ദ ഓസ് ഓഫ് സിങ്ക്. കലാമിനും സിങ്ക് ബ്ലെൻഡും എന്നാണ് സിങ്കിന്റെ അയിരുകളാണ് നമുക്കറിയാം. വിച്ച് ഓഫ് ദം ക്യാൻ ബി കൺവേർട്ടഡ് ടു സിങ്ക് ഓക്സൈഡ് ബൈ കാൽസിനേഷൻ. ഇവയിൽ ഏതിനെയാണ് കാൽസിനേഷൻ വഴി സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റാൻ കഴിയുക? സിംഗിൾ ബ്ലെൻഡും ഉണ്ട്, അതുപോലെ തന്നെ കലാമിനും ഉണ്ട് അല്ലേ? അപ്പൊ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കലാമിൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ? കലാമിനാണ് ഉപയോഗിക്കുന്നത്, കലാമിൻ. Then write the equation of this process എന്നാണ് പറഞ്ഞത്. അപ്പൊ കലാമിൻ എന്ന് പറയുമ്പോൾ സിങ്ക് കാർബണേറ്റ് അല്ലേ? ZnCO3 ആണ് അല്ലേ? അതെങ്ങനെയാണ്? ZnO കാൽസിനേഷൻ വഴി അല്ലേ? ZnO ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യു ആർ ഗിവൺ സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. സോഡിയം ക്ലോറൈഡും വാട്ടറും നൽകിയിട്ടുണ്ട്. ഹൗ വിൽ യു പ്രൊഡ്യൂസ് സോഡിയം ആൻഡ് ക്ലോറിൻ ഫ്രം ദ ഗിവൺ സബ്സ്റ്റൻസ്. സോഡിയവും ക്ലോറിനും ഇല്ലേ? അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന സബ്സ്റ്റൻസ്, അതായത് സോഡിയം ക്ലോറൈഡും വാട്ടറും തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് നമുക്ക് കിട്ടുന്നത്? ഇലക്ട്രോളിസിസ് വഴിയാണ് അല്ലേ? എങ്ങനെയാണ്? ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. അപ്പൊ എന്ത് പറയാം? ഇലക്ട്രോളിസിസ് ഓഫ് ഇല്ലേ? ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ ഇല്ലേ? ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl വഴി നമുക്ക് സോഡിയത്തിനെയും ക്ലോറിനെയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസിങ് ദീസ് സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസ് ഉപയോഗിച്ച്, അതായത് സോഡിയം ക്ലോറൈഡും വാട്ടർ ഉപയോഗിച്ച് ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും നമുക്ക് ഉണ്ടാക്കണം. അതെങ്ങനെയാണ്? ഇലക്ട്രോളിസിസ് വഴിയാണ്. അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കണം അല്ലേ? അപ്പൊ എന്ത് പറയാം? ഇലക്ട്രോളിസിസ് ഓഫ് അല്ലേ? ഇലക്ട്രോളിസിസ് വഴിയാണ്. ഇലക്ട്രോളിസിസ് ഓഫ് എങ്ങനെയാണ്? അക്വസ് അല്ലേ? അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലേ? അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ് വഴിയാണ് നമുക്ക് ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ആൻസറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ഗാൽവാനിക് സെൽ ഈസ് മെയ്ഡ് യൂസിങ് സിങ്ക് ആൻഡ് കോപ്പർ ആസ് ഇലക്ട്രോഡ്സ്. ഒരു ഗാൽവാനിക് സെൽ എങ്ങനെയാണ്? സിങ്കും കോപ്പറും ഉപയോഗിച്ചിട്ട് ഗാൽവാനിക് സെൽ ഉണ്ടാക്കുന്നു. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഗാൽവാനിക് സെൽ. ഈ സെല്ലിന്റെ പേരെന്താണ്? ഡാനിയൽ സെൽ ആണ് അല്ലേ? ഡാനിയൽ സെൽ.
ഡാനിയൽ സെല്ലാണ്. അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്? ഏത് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ് കേട്ടോ. ആനോഡിലുള്ള പ്രത്യേക ഓർത്തണം കേട്ടോ. ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ അല്ലെ, ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ് അല്ലേ, ആനോഡിലാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സിങ്കും കോപ്പറും ആണല്ലോ. അപ്പോൾ ഏതും കൂടുതലായിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ള ഏതാണ്? സിങ്ക് ആണ് ഇല്ലേ. സിങ്കും കോപ്പറും ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ളവരാണ് സിങ്ക് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? സിങ്കിലാണ് അല്ലേ, സിങ്കിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഇനി അടുത്ത് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് സെൽ. റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓക്സിഡേഷൻ അല്ലേ, ഓക്സിഡേഷൻ നടക്കുന്ന ഓർത്തണം കേട്ടോ. ആനോഡിലാണ്. ഡാനിയൽ സെല്ലിന്റെ കേസിൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത്? ദാറ്റ് ഈസ് ഇസഡൻ ഇല്ലേ. ഓക്സിഡേഷൻ നടക്കുന്ന സിങ്കിലാണോ അത് ഇസഡൻ ആണ്. ഇസഡൻ 2+ അല്ലേ, +2 ഇലക്ട്രോൺ അല്ലേ. ഇനി റിഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. അതെങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? Cu2+ അല്ലേ. കോപ്പറിൻ്റെ കേസിലാണ് Cu2+ ആണ്. 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടത് കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. ഇനി റിഡോക്സ് റിയാക്ഷൻ അല്ലേ, എങ്ങനെ എഴുതാം? Zn രണ്ടും കൂടെ ആഡ് ചെയ്യുക അല്ലേ. Zn + Cu2+ ഗീവ്സ് എങ്ങനെയാണ്? Zn2+ Cu. ദിസ് ഈസ് എ കംപ്ലീറ്റ് റിഡോക്സ് റിയാക്ഷൻ. അപ്പം ഇത്രയും ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ചിരിക്കണം കേട്ടോ. വെറുതെ കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ പോരാ. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ലൈനും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക മീൻസ് പഠിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ, ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവറായിട്ടും പഠിച്ചിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക്